Welcome to English class. How are you? I hope all are fine. Do you remember our school? Yes or no? Yes. Do you miss our teachers? Yes or no? Yes. I really miss you, dear children. Who is your favorite teacher? Can you say? Okay. Am I your favorite? Is there now? What do you like about your favorite teacher? Love, care, smile, teaching style, anything? Any of these qualities made you a favorite? Sarna? Yes. Okay. Now we can study about our teacher. What is? Today we can study about my teacher. Our chapter name is My Teacher. What is? My Teacher. You can remember our favorite teacher in your mind. Okay. Now we can enter our chapter. Are all ready? Yes or no? Yes. Now you can take our textbook, page number 27, or you can take this chapter. Some mistake in my textbook, so my 6th chapter is My Teacher. You can take this chapter in your textbook. Okay. First, take the things your teacher teaches you. Here given some points. What your teacher teaches you, that you can put tick mark in these boxes. Okay. First, what is this? Read with me. Numbers. Okay. Teacher നമ്മളെ numbers പഠിപ്പിക്കാറില്ലേ? Okay. Can put tick mark here. Then next, drawing and coloring. Teacher drawing and coloring പഠിപ്പിക്കാറുണ്ടോ? Yes or no? Yes. നെക്സ്റ്റ് ഗുഡ് മാനേഴ്സ്. തെറ്റൊക്കെ കണ്ടാല് നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് അല്ലേ? അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറില്ലേ? നന്നായിട്ട് ക്ലാസ്സിൽ ഡിസിപ്ലിൻ ആയിട്ട് ഇരിക്കണം, വഴക്ക് കൂടരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറില്ലേ? ഉണ്ടല്ലേ? അപ്പോ ടീച്ചർ ടീച്ചേഴ്സ് യു വാട്ട് ഈസ് ഗുഡ് മാനേഴ്സ്. ഓക്കെ. നെക്സ്റ്റ് ലാംഗ്വേജ് ആൻഡ് ഗ്രാമർ. ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, ഈ ലാംഗ്വേജസ് ഒക്കെ നിങ്ങൾ പഠിക്കാറില്ലേ? ഉണ്ടല്ലേ? ഈ ലാംഗ്വേജസിന്റെ ഒക്കെ ഗ്രാമർ നിങ്ങൾ പഠിക്കാറുണ്ടോ? ഉണ്ടല്ലേ? അപ്പോൾ അതാരാ പഠിപ്പിച്ചു തരാറുള്ളത്? ടീച്ചറാണല്ലേ? ഓക്കെ. ക്യാൻ പുട്ട് ടിക്ക് മാർക്ക് ഹിയർ. ദെൻ നെക്സ്റ്റ് റീഡിങ്. വാട്ട് ഈസ് റീഡിങ്? ടീച്ചർ റീഡ് ചെയ്യാൻ പഠിപ്പിക്കാറില്ലേ? ഉണ്ടല്ലേ? ക്യാൻ put tick mark here. Next, fighting with the friends. What is the meaning of fighting? ഇടി കൂടും വഴക്ക് കൂടുകയൊക്കെ ചെയ്യുന്നല്ലേ? നിങ്ങളുടെ ഫ്രണ്ട്സിനോട് വഴക്ക് കൂടാനായിട്ട് ടീച്ചർ പഠിപ്പിക്കാറുണ്ടോ? നോ, നെവർ. ഓക്കെ. അപ്പോൾ ഇവിടെ ടിക്ക് മാർക്ക് ചെയ്യണോ? വേണ്ട. ഓക്കെ. ദെൻ നെക്സ്റ്റ് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്. ലിസൺ ചെയ്യാനും സ്പീക്ക് ചെയ്യാനൊക്കെ ടീച്ചർ പറയാറുണ്ടല്ലേ? ക്ലാസ്സിലിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ലിസൺ ഹിയർ എന്ന് പറയാറുണ്ടല്ലേ? അതുപോലെ തന്നെ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനും പറയാറില്ലേ? സ്പീക്ക് ചെയ്യാൻ പറയാറില്ലേ? ഉണ്ട്. ഓക്കെ. ക്യാൻ പുട്ട് ടിക്ക് മാർക്ക് ഹിയർ. ദെൻ നെക്സ്റ്റ് വാച്ചിങ് TV. ടീച്ചർ TV കാണാൻ പറയാറുണ്ടോ? ഇല്ലല്ലേ? ഓക്കെ. Now we can enter our poem. Can you see this picture? Yes, a teacher and some students here. Okay. Now we can read. My teacher always points the way. I learn a lot from her each day. What is? My teacher always points the way.
I learn a lot from her each day. What is the meaning of this? എൻ്റെ ടീച്ചർ എപ്പോഴും എന്താണ് നല്ല വഴി കാണിച്ചു തരുന്നതാണല്ലേ. അല്ലേ ടീച്ചർ നിങ്ങളോട് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ടോ? ഇല്ല, നല്ല കാര്യങ്ങളാണല്ലേ എപ്പോഴും പറഞ്ഞു തരാറുള്ളത്. അപ്പോൾ എന്താണ്, ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ടീച്ചറിൽ നിന്ന് നല്ല നല്ല കാര്യങ്ങൾ പഠിക്കുന്നുണ്ടല്ലേ. ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ഓരോരോ ടീച്ചേഴ്സിൻ്റെയും കയ്യിൽ നിന്ന് പഠിക്കാറുണ്ടല്ലേ. ഓക്കെ, മൈ ടീച്ചർ ഓൾവേസ് പോയിന്റ്സ് ദ വേ. I learn a lot from her each day. Okay, the next, she teaches me to read and write, sing songs and poems to recite. എന്താണ്, ടീച്ചർ എന്നെ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുള്ളത്? റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പിന്നെയോ സിംഗ് സോങ്സ്, പാട്ടുകൾ പാടാൻ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെയോ പോയംസ് ടു റിസൈറ്റ്. റിസൈറ്റ് മീൻസ് ടു സേ aloud a poem before someone. റിസൈറ്റ് മീൻസ് നമ്മുടെ പദ്യമൊക്കെ, പോയം എന്ന് പറഞ്ഞാൽ കവിതയൊക്കെ ചൊല്ലാൻ പറയാറില്ലേ? ഉണ്ടല്ലേ. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ ഉച്ചത്തിൽ പറയുന്നതിനെയാണ് റിസൈറ്റ് എന്ന് പറയുന്നത്. റിസൈറ്റ് to say aloud a poem before someone. അപ്പോൾ ടീച്ചർ എന്തൊക്കെയാ പഠിപ്പിക്കുന്നത്? റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പിന്നെയോ സിംഗ് സോങ്സ്, പാട്ട് പാടാനും, ദെൻ പോയംസ് ടു റെസൈറ്റ്, പദ്യം അതായത് കവിത ചൊല്ലാനും പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ഷീ ടീച്ചേഴ്സ് മീ ടു റീഡ് ആൻഡ് റൈറ്റ്, sing songs and poems to recite. Okay, the next, she tells me to be good and kind, a caring friend in her I find. She tells me to be good and kind. എന്താണ് ടീച്ചർ പറഞ്ഞു തരാനുള്ളത്? എപ്പോഴും ഗുഡും കൈൻഡുമായിരിക്കണമെന്ന് പറഞ്ഞു തരാറുണ്ടല്ലേ. ഗുഡ് മീൻസ് നല്ല കുട്ടിയാവുക എന്നതും, കൈൻഡ് മീൻസ് എന്താണ്, ദയുള്ള മറ്റുള്ളവരോട് എപ്പോഴും നമ്മൾ എന്തായിരിക്കണം, ദയ കാണിക്കുന്നവരായിരിക്കണം. നമ്മൾ എപ്പോഴും മറ്റുള്ളവരോട് നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നവരും നന്നായിട്ട് പൊളൈറ്റായിട്ട് സംസാരിക്കുന്നവരും ഒക്കെ ആയിരിക്കണമെന്നാണ് ടീച്ചർ പറയുന്നത് അല്ലേ. നമ്മളെപ്പോഴും മറ്റുള്ളവരോട് ഷൗട്ട് ചെയ്തൊന്നും സംസാരിക്കാൻ പാടില്ല. മറ്റുള്ളവരും പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ വളരെ ക്ഷമയോടെ കേൾക്കണം, വേണ്ടേ? ഓക്കെ, ഷീ ടെൽസ് മീ ടു ബി ഗുഡ് ആൻഡ് കൈൻഡ്. ഓക്കെ, എ കെയറിംഗ് ഫ്രണ്ട് ഇൻ ഹെർ ഐ ഫൈൻഡ്. എന്താണ്, ഞാൻ ടീച്ചറിൽ നല്ല ഒരു സുഹൃത്തിനെ കാണുന്നു. ഓക്കെ, നമ്മൾ എന്താണ്, കെയർ ചെയ്യുന്ന ഒരു സുഹൃത്തിനെയായ ഞാൻ ടീച്ചറിനുള്ളിൽ കാണുന്നു. ഓക്കെ, വാട്ട് എ ബ്യൂട്ടിഫുൾ പോയം നോ. ഓക്കെ, മൈ ടീച്ചർ ഓൾവേസ് പോയിന്റ്സ് ദ വേ. ഐ ലേൺ എ ലോട്ട് ഫ്രം ഹെർ ഈച്ച് ഡേ. ഷീ ടീച്ചേഴ്സ് മീ ടു റീഡ് ആൻഡ് റൈറ്റ്, സിംഗ് സോങ്സ് and poems to recite. She tells me to be good and kind, a caring friend in her I find. Okay, you can practice to recite this poem in your home. Okay, നിങ്ങളുടെ വീട്ടിലിരുന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ പോയം വായിക്കാനായിട്ട് പഠിക്കണം, വേണ്ടേ? വേണം, സ്പെല്ലിങ്ങുകളൊക്കെ തെറ്റാതെ ലെറ്റേഴ്സ് കൂട്ടി വായിക്കാനായിട്ട് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് യു ക്യാൻ ടേക്ക് അവർ നോട്ട്ബുക്ക്. യു ക്യാൻ റൈറ്റ് ഡേറ്റ്, ദെൻ റൈറ്റ് ദ ചാപ്റ്റർ നെയിം, മൈ ടീച്ചർ. ഓക്കെ, ദെൻ യു ക്യാൻ റൈറ്റ് ഡൗൺ സം വേർഡ്സ്. ഇവിടെ ടീച്ചർ കുറച്ച് വേർഡ്സിന്
അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആ വേർഡ്സുകൾ നിങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. വേർഡ്സ് ആർ ടീച്ചർ, always, points, way, learn, each, day, read, write, sing, song, poem, recite, good, kind, caring, friend, and find. These are the words you can write down in our English notebook. Okay, then you should study spelling of these words. Okay, next you can take our exercises. First, answer the following questions. What is the name of your teacher? You can write here name of your teacher. You can write name of your class teacher or your favorite teacher. Okay. The next, what is the name of your school? You can write the name of our school. What is the name of our school? Yes, St. Mary's Jnanodaya English School. Okay. The next, who teaches you songs and poems? Who? Teacher. Okay. Teacher teaches you songs and poems. Okay. You can write here. What is? Teacher. The next, what does the teacher tells the students to be? Teacher കുട്ടികളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ എന്തായിരിക്കണം എന്ന് എപ്പോഴും പറയാറുള്ളത്? ഗുഡ് ആൻഡ് കൈൻഡ്. ഓക്കെ. The teacher tells the students to be good and kind. നമ്മൾ പോയത്തിൽ പഠിച്ചില്ലേ? ഓക്കെ. To be good and kind. Okay. You can write down these question answers in our English notebook. Okay. Next, rhyming words. Rhyming words എന്താണ്? നമ്മൾ പഠിച്ചതാണല്ലോ. ഒരു വേർഡ്സിന്റെ എൻഡിൽ വരുന്ന സൗണ്ടുകൾ സിമിലർ ആയിട്ട് വരുന്നതിനെ നമ്മൾക്ക് എന്ത് പറയാം? റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. ഓക്കെ. നൗ വി ക്യാൻ ഫൈൻഡ് സം റൈമിംഗ് വേർഡ്സ് ഫ്രം അവർ പോയം. ലുക്ക് ദിസ് പോയം. ക്യാൻ യു സേ rhyming words? Way, day. Okay, this is a rhyming word. Way, day. Next, write, recite. Okay, Indian sounds are similar. Write, recite. Okay, then next rhyming words, kind, find. Okay, what is kind, find? Now once more we can say rhyming words: way, day, write, recite, kind, find. Okay. Next our activity is write the rhyming words. Choose from the brackets. Here given some words. You read this word, then choose the correct rhyming word from this bracket. Okay. You read this word. What is this word? Way. Then you can read these two words. Read this word. Say, sit. Okay. Which is the rhyming word?
Where? Say or sit? Say. Where? Say. You can write here say. Okay. Can write in cursive letter. Okay. Say. Okay. Next. Read this word. Each. Okay. Each. Then look these words. B-U-N-C-H. Bunch. B-E-A-C-H. Beach. Okay. Find the rhyming word. Each, bunch or beach? Beach. Okay. You can write here beach. You can write it in cursive form. Okay. Then next tells. Read these words. B-E-L-L-S. Bells. B-U-L-L-S. Bulls. What is the rhyming word? Yes, bells. Okay, you can write here bells. Okay, then next read this word. Kind. What is kind? Look here. Moon, mind. What is the rhyming word here? Kind. Mind. Okay, you can write here mind. The next F-R-I-E-N-D. What is the word? Friend. Then here B-E-N-D. Bent. B-A-L-L. Ball. Okay. Friend. Bent or ball? Bent. Okay. We can write here. Okay. Next, our activity is, what is this? Thank you card. Make a thank you card and gift it to your teacher. എന്താണ്? നിങ്ങളൊരു താങ്ക് യു കാർഡ് മേക്ക് ചെയ്യാനായിട്ട്, എന്നിട്ട് അതെന്ത് ചെയ്യുക? നിങ്ങളുടെ ടീച്ചറിന് ഗിഫ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് ചെയ്യാവുന്നതാണല്ലേ. വെരി സിമ്പിൾ, ഈസി ആൻഡ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേപ്പറിലോ ചാർട്ട് പേപ്പറിലോ ഏതിലേലും ഒരു താങ്ക് യു കാർഡ് മേക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീച്ചറിന്റെ പേരിൽ നിങ്ങൾക്ക് മേക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടീച്ചറിന്റെ നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരിക. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചറിന് വേണ്ടിയിട്ട് താങ്ക് യു കാർഡ് മേക്ക് ചെയ്യാം. ബട്ട് സെൻഡ് ചെയ്ത് ആർക്ക് തരണം? ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറിന് തന്നെ സെൻഡ് ചെയ്ത് തരിക. ഓക്കെ, ദിസ് ഈസ് അവർ ആക്ടിവിറ്റി. ഓക്കെ, എല്ലാവരും ഈ വർക്ക് ചെയ്യത്തില്ലേ? ഓക്കെ, ഐ വിൽ ബി ഗീവ് 2 days for the preparation of this card on or before 2nd November. You should send this work to my personal number. Okay, our chapter is over. ഇനി ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഈ പോയം നന്നായിട്ട് റീഡ് ചെയ്യാൻ പഠിക്കുക. ഒപ്പം തന്നിരിക്കുന്ന വർക്ക്സുകളും കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, നൗ വി ക്യാൻ വൈൻഡ് അപ്പ് അവർ ക്ലാസ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.